നിങ്ങളുടെ ചെറിയ രൂപത്തിൽ നിങ്ങളുടെ കുത്തുബൈന്റെ പറഞ്ഞ വിഷയം ഒക്കെ അവതരിപ്പിച്ച് തിരിയാം. നമ്മുടെ കുത്തുബൈ ഇന്ന് ഓർമ്മപ്പെടുത്തിയ വിഷയം പരിശുദ്ധമായ ഖുർആൻ ഓത്ത്, തിലാവത്തുൽ ഖുർആൻ, അതിനോടുള്ള ബന്ധവും ഖുർആനിനോടുള്ള സ്നേഹവും നിങ്ങൾ ഒരിക്കലും അത് മറക്കുന്നവരാകരുത് എന്ന വിഷയമാണ്. നമുക്ക് റജബ് 30 മാസം കാണാത്തത് കൊണ്ട് ഇവിടെ താലിമാർക്കെയും റജബ് 30 പ്രഖ്യാപിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് ഷാബാൻ ആരംഭിക്കും. റമദാനിലേക്ക് വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രം. റമദാനിന് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാത്തവർ അത് ഓതാൻ പഠിക്കുക, വായിക്കാൻ അറിയാത്തവർ വായിക്കാൻ പഠിക്കുക, ഖുർആനിനെ സ്നേഹിക്കാൻ അറിയാത്തവർ അതിനെ സ്നേഹിക്കാൻ പഠിക്കുക. ഇതാണ് റമദാനിന് മുമ്പ് നാം ചെയ്തു വെക്കേണ്ട വിഷയം. ഇന്ന് നിസ്കാരവും മറ്റുള്ള വിവാദത്തോടൊക്കെ ധാരാളം ലോകത്ത് നഷ്ടപ്പെട്ടു പോയ 2 വിഷയമാണ്. ഒന്ന് ഖുർആനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാ പുറയിലും ഖുർആനുണ്ടാവും, നല്ല ആ കപ്പാട്ടിലൊക്കെ നല്ല ഭദ്രമായിട്ട് ആ പൊടി പിടിക്കാത്തതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനെ തൊട്ടു നോക്കാനോ അതിനെ വായിക്കാനോ അതിനെ ഓതാനോ നമുക്ക് സമയമില്ലാന്നല്ല. ഇതാണ് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയത ഖുർആനും. മറ്റൊന്ന് നഷ്ടപ്പെട്ടു പോയ പിന്നൊന്നാണ് അതവ് തീരെയില്ലാത്ത കാലം, അതവില്ലാത്ത കാലം. പണ്ടെന്തെങ്കിലും അതവുള്ള കാലം പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ ബഹുമാനം, ഉസ്താദുമാരെ കാണുമ്പോൾ ബഹുമാനം, ഉമ്മാനെ കാണുമ്പോൾ ബഹുമാനം, ഉപ്പാന്റെ ചെറുപ്പം കണ്ടാൽ മതി പുറത്ത്, അല്ലെ ഉപ്പാന്റെ ചെറുപ്പം പുറത്ത് കണ്ടാൽ മതി. ബാക്കിലൂടെ ഉമ്മാന്റെ സൈഡിലായിട്ട് തങ്ങനവന്മാരാക്കിയിട്ട് വീട്ടിൽ കയറുന്ന ഒരു കാലം ഉണ്ടായി. ഇന്ന് മകൻ വരുമ്പോ ഉപ്പ പേടിച്ച് ഉള്ളിൽ കയറുന്ന കാലം. എന്ത് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാലം. മോനെ എന്ത് ഏഴ് വന്നേ, ഓൻ എന്താക്കി, ഓരോ സ്വഭാവം എന്ത് പിടുത്തം കിട്ടാത്ത കാലമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സേഫ്റ്റി അതാണ്. മോനെ കാണുമ്പോ ഉള്ളിൽ പോയി വിളിച്ചിരിക്കുക, ഇല്ലെങ്കിൽ കഴുത്തറക്കും. ഇല്ലെങ്കിൽ കഴുത്തറക്കുന്ന ആരാണ്? ഉപ്പാനെ ചവിട്ടുന്ന ആരാണ്? ഉപ്പാക്ക് നേരെ ചെറുപ്പ് ചവിട്ടുന്ന ആരാണ്? എന്റെ കാരണം അതവില്ല. ബാക്കിയെല്ലാം ഉറപ്പാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ സകാത്ത് കൊടുക്കും, സ്വലത്ത് കൊടുക്കും, എല്ലാം ഒക്കെ. പക്ഷേ അതവും ഖുർആനോത്തും ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തെയാണ് നാം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടിലേക്കും നിങ്ങൾ മടങ്ങിയാലല്ലാതെ നമുക്ക് ഈമാനോടുകൂടി വയ്ക്കാൻ കഴിയുള്ളൂ. കുറെ നിസ്കാരം കഴിക്കാറില്ല. അതവുകൾ ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിനോട് അതവ് കാണിക്കാത്തത് കൊണ്ട് എന്തായി? ഇബ്ലീസ് നിസ്കാരത്തിനോടൊപ്പം ഉണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 80,000 കൊല്ലം 80,000 കൊല്ലം മലക്കുകൾക്ക് ദർശ നടത്തിയ ഉസ്താദാണ് ഇബ്ലീസ്. അതിനകത്തുള്ളത് 2 കൊല്ലമല്ല, 50 കൊല്ലം, 100 കൊല്ലം, 80,000 കൊല്ലം. ആർക്ക്? ശിഷ്യന്മാരാരാണ്? മലക്കുകളാണ്. ഉസ്താദാരാണ്? ഇബ്ലീസാണ്. എന്ത് കുറവുണ്ട്? ഒരു കുറവില്ല, എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് പറഞ്ഞു? പിന്നെ ഒരു സമയത്ത് ചെറിയ അതവ് പറഞ്ഞു. അതവ് പറഞ്ഞു ഓരോ 80,000 നിസ്കാരവും ഓന്റെ ദർശവും എന്റെ ബാക്കിയായി. അതാണ് ഇന്ന് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് അതവുണ്ട്. അല്ല, ഉസ്താദിനോട് ഒരു ബഹുമാനം. പ്രായമുള്ള ആളുകൾ കാണുമ്പോൾ, പ്രായമുള്ള ആളുകൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. ഞാൻ ഒരാളിങ്ങനെ വരുമ്പോ അവിടെ മോളുടെ ഒരു ഓഫീസിൽ മോൾ അവിടെ പണിക്ക് വരുന്ന ഒരാള് ഉയർന്നിട്ടുണ്ടായി, മോളിനാണ് ഉയർന്നിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഇങ്ങനെ ബൈക്കിൽ വരുമ്പോ എന്നെ അവിടെ ഞാൻ രക്ഷിച്ചു. നമ്മള് ബഹുമാനിച്ചതാണ്. എന്റെ അത് കുറ്റം പറഞ്ഞ കാര്യമില്ല. അന്ന് പണ്ട് മദ്രസയിൽ പഠിച്ച അടവാണ്. ആരുഷ്ടാനെ കാണുമ്പോ ഏത് പ്രായമുള്ള ആളുകളെ കാണുമ്പോ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു. അന്ന് അത് പഠിച്ചു, ശരിയായിരുന്നോ? ഇന്ന് എന്ത് അതവ്? സാധിനോട് അതവുണ്ട, മാസ്റ്റർമാരോട് അതവുണ്ട്. നിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഒരു ചെക്കൻ്റെ പോയി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇങ്ങനെ തോന്നിയാന്ന് പറയുമ്പോ മറ്റേ മാസ്റ്റർ വീഡിയോ എങ്ങനെ വിളിക്കണോ? ആലോചിച്ച് വാദനം തല്ലാൻ ആരെ? സ്വന്തം പഠിപ്പിക്കുന്ന മാസ്റ്റർ ആരെത്തി ആരെവിടെത്തി? ഇവരോട് പഠിക്കാൻ കഴിയോ? ഏറ്റവും പ്രധാനപ്പെട്ടത് അഥവാണ്. പണ്ടത്തെ ആളുകൾ നിസ്കാരം കുറവായിരുന്നു. അവർ നിസ്കാരം നിസ്കരിക്കും, പിന്നെ പോയി കണ്ടെത്തി പോയി കൃഷി ചെയ്യും, ഇതെല്ലാം. പിന്നെ ആ നിസ്കാരം അവർക്ക് ഉണ്ടായതെന്താണ്? അഥവായിരുന്നു. അതത്തിന്റെ വിഷയത്തിൽ അവർ പെർഫെക്റ്റ് ആണ്. അന്നത്തെ ഉപ്പമാരും പണ്ട് കാലത്തുള്ള ആളുകൾ. ഇന്ന് പള്ളിയിൽ ഉള്ളിൽ നിസ്കാരത്തിന് ആളുണ്ട്, നിസ്കാരത്തിന് ആള് എല്ലാം ഓക്കെയാണ്. പക്ഷേ അതവ് കുറഞ്ഞ കാലാണ്. മറ്റൊന്നോ തിലാവത്തുൽ ഖുർആൻ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, സ്വന്തമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ മനസ്സിലോട് ഇന്ന് വെള്ളിയാഴ്ച രാത്രി സുബഹിക്ക് അൽക്കാഫ് തോന്നിയ ആളുകൾ എത്രയുണ്ട്? കൈകൊക്കൊന്നും വേണ്ട, നമുക്ക് ആൻസർ പറഞ്ഞാൽ മതി. അൽക്കാഫ് തോന്നിയ അൽക്കാഫ് മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം പറഞ്ഞ അൽക്കാഫ് ഒരു പ്രാവശ്യം എന്റെ ദിവസമല്ല 3 തവണ ഓതിച്ച കണ്ടാണ്. നമുക്ക് ഒന്നും ഓതാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊരു ബന്ധം പറഞ്ഞു. ഇന്നലെ റജബ് 29 മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് ദിവസം. ഷാഫിഈ ഇമാം വഫാത്തായ ദിവസമാണ് റജബ് 29. ഷാഫിഈ ഇമാം ഖുർആനുമായിട്ടുള്ള ബന്ധത്തായിരുന്നു. അത് റമദാനിൽ മാത്രം വന്നു ചെല്ലാൻ ഇടമാണോ? റമദാനിൽ വരുമ്പോ ഷാഫിഈ ഇമാം എല്ലാ ദിവസവും 2 തവണ ഖുർആൻ, അല്ലാത്ത ദിവസം എല്ലാ ദിവസവും 1 തവണ പരിശുദ്ധമായ ഖുർആൻ ഓതി തീർത്തു.
അതിന്റെ ഇടയ്ക്ക് എത്ര കിതാബ് എഴുതി, അതിന്റെ ഇടയ്ക്ക് എത്ര മുതാജിങ്ങൾക്ക് ദർശ പറഞ്ഞു, അതിന്റെ ഇടയ്ക്ക് എത്ര സുരനിസ്കാരം, അതിന്റെ ഇടയ്ക്ക് എത്ര സ്വലാത്ത്, അതിന്റെ ഇടയ്ക്ക് എത്ര ദിക്ർ, അതെല്ലാം ചെയ്തിട്ട് ഉറക്ക് അതിന്റെ ഇടയിൽ ഒരു ദിവസം ഒരു ഖത്തം ഖുർആൻ. മൂന്ന് പ്രാവശ്യം ഖുർആൻ ഖത്തമാക്കിയതാണ്. ഇപ്പൊ നമുക്കതിന്റെ അവസരമല്ല, 3 പ്രാവശ്യം ഓതിയ ഒരു ഖത്തം ഓതിന്റെ പോയി കിട്ടി. അങ്ങനെ ഓതിയിരിക്കാൻ നല്ല സമയമാണ്. അൽബക്കറ തുടങ്ങിയിട്ട് നാസ് വരെ ഓരോ ദിവസവും ഖുർആൻ ഖത്തം തീർത്തു. റമദാനാകുമ്പോ 2 പ്രാവശ്യം. നമുക്കിനി കുറച്ച് ഖുർആൻ ഓതണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസമായി പിടിക്കാനാവില്ല. എത്ര മുസാഫുണ്ട് പൊടി പിടിച്ചിട്ട്. ഇപ്പൊ തുറന്നു നോക്കിയാൽ എന്റെ ഒഴിവ് മറ്റേ അല്ലെ ചന്ദ്രൻ കുടിച്ചു എത്ര മുസാഫ്. ഓരോ കൊല്ലാകുമ്പോ റമദാന് കുറച്ച് മാർക്കാണ്ട് വരും. വണ്ടിയെല്ലാം വിടതില്ല, വണ്ടിയെല്ലാം ഫുൾ പരിസരം, പള്ളിയുടെ ഉള്ളിൽ, പള്ളിയുടെ മുസാഫ് കപ്പാട്ട് എല്ലാം ആയിട്ടാകുമ്പോ ഒരു ചാക്ക് മുസാഫ് ചന്ദ്രൻ മുസാഫ് ഉണ്ടാവില്ല. മസാലിനെ നമുക്ക് കത്തിക്കാം അല്ലെ. എപ്പ കത്തിക്കേണ്ടത്, എങ്ങനെ കത്തിക്കേണ്ടത്, എപ്പോഴാണ് കത്തിക്കേണ്ട, ഖുർആൻ കത്തിക്കാൻ പാടുള്ള ഒരവസ്ഥ എപ്പോഴാണ് തീരെ. അതുകൊണ്ട് ഖുർആൻ ഓടാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോ, അതിന്റെ കടലാസ് വരുമ്പോ തൊടുമ്പോ അത് പൊടിയുന്നു, അതിന്റെ കടലാസ് വരുമ്പോ പൊടിയുന്നുണ്ട്, അത് തൊടാൻ പറ്റുന്നില്ല. ആ രൂപത്തിയാവുമ്പോഴാണ് ഇന്നോ എത്ര നല്ല ഉത്സാഹം കത്തിക്കുന്ന അവസ്ഥയാണ്. എന്താ കാരണം? ഓടില്ല, അതിനെ തൊട്ടില്ല, നോക്കിയില്ല, അത് തുടരും. ഖുർആന്റെ വലിയ ബാധ്യത മറ്റുള്ള അമലുകളല്ല. ഖുർആൻ കേൾക്കലി ബാധകം, ഖുർആൻ നോക്കലി ബാധകം, ഖുർആൻ ചിന്തിക്കലി ബാധകം, ഖുർആൻ ഓതലി ബാധകം, എല്ലാം വിവാദത്താണ്. അത് അങ്ങനത്തെ ഒരു മാത്രം തരാമില്ല. അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. പക്ഷേ നമുക്ക് സമയമില്ല. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്താ പറയുന്നത്? മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ എവിടെയാണ് ഖബറെടുക്കേണ്ടത് ആ സ്ഥലം അത് ഫിക്സ് ചെയ്ത് അത് തെരഞ്ഞെടുത്ത് ആ സ്ഥലത്തിൽ ഇരുന്ന് ഖുർആൻ ഓതിത്തീർത്തു. എത്ര പേര്? എത്ര? 40,000 ഖുർആൻ. സുബ്ഹാനല്ലാഹ്. എത്ര? 40,000 പ്രാവശ്യം ഖുർആൻ. പല അഭിപ്രായങ്ങളും മഹാന്മാരായ താരീഖിന്റെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രബലമായ അഭിപ്രായം 40,000 പ്രാവശ്യം. ഞാൻ മരിച്ചാൽ, അതായത് ഇന്ന് അബൂഹനീഫ അവരുടെ സ്ഥലം, ആ സ്ഥലം ഖബറാകുന്നതിന് മുമ്പ് അവിടെ ഇരുന്ന് ഖുർആൻ ഓതി. ഇതാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമികൾ വെറുതെ ഇമാമായല്ല. എന്ത് ഷാഫി, എന്ത് ഹനഫി, എന്ത് അപ്പൻ മാലിക്, ഖുർആൻ മതിയാവൂല, ഹദീസ് മതിയാവൂല. കോട്ടന്മാർ കോട്ടന്മാരെന്നല്ലാതെ ഇന്ന് നിലവിൽ എത്ര ഹദീസുണ്ട്? ഇന്ന് ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തിർമിദിയും എല്ലാ സഹിഹായ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്കിയാൽ 50,000 ഉള്ളിൽ അതിൽ സഹീഹുണ്ട്, ദഈഫുണ്ട്, എല്ലാ ഹദീസും കൂടിയാൽ കിട്ടുന്നത് എത്ര? 50,000 ഹദീസിന്റെ ഉള്ളിലാണ്. ഷാഫി ഇമാം എത്ര ഹദീസ് കാണാൻ പഠിച്ചു? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എത്ര ഹദീസ് കാണാൻ പഠിച്ചു? 10 ലക്ഷത്തിൽ പല ഹദീസുകൾ. എവിടെയാണ് ഹദീസ്? ഇനി ഹദീസ് കാണണ്ട. അത്രയും വലിയ മഹാന്മാരെ കോട്ടന്മാരാക്കി നമ്മുടെ ശാസ്ത്രങ്ങളാണ്. എന്ത് മതം, എന്ത് ഷാഫി, എന്താ ഹദീ? നമുക്ക് ഖുർആനില്ലേ? ഖുർആൻ നോക്കിയിട്ട് എന്ത് ഖുർആൻ? ഖുർആനെ സ്നേഹിക്കട്ടെ, ഖുർആൻ എന്താണെന്ന് അറിയണ്ടേ? ഏതെങ്കിലും ഡിക്ഷണറി വായിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പണ്ടത്തെ കാരുണികനും കരുണാനിധിയുമായ അല്ലാഹ്. ബിസ്മിന്റെ മാത്രം അത്ര ഞാൻ മനസ്സിലാക്കിയുള്ളൂ. വെറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരു ബിസ്മിക്ക് 10 വാക്യത്തിനോടടുത്ത വലിയ വലിയ കിതാബുകൾ, അത് മാത്രം പറയാൻ, അത് മാത്രം പഠിപ്പിക്കാൻ ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല, ഖുർആൻ അത്ര വലിയ ബഹുമാനമുള്ളതാണ്. അത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ശരിയ 5 മിനിറ്റിന്റെ വാദം കേൾക്കുമ്പോ ഞാൻ വലിയ വാദിയായി, ഏതെങ്കിലും ഒരു മിനിറ്റ് കാണുമ്പോ ഞാൻ വലിയ ഉസ്താദായി, ഞാൻ പിന്നെ ദീന പറയാൻ, പിന്നെ ദീന പറയാൻ ഞാൻ പിന്നത്തെ ഇവിടെ ആലിമ്യങ്ങൾ എന്തിന്, ഷാഫിമാം എന്തിന്, അനഫിമാം എന്തിന് എന്ന് പറയുന്ന ഒരു കാലം. എന്താ കാലം? കാരണം അതറിയില്ല, ഉസ്താദ് ആരാണെന്ന് അറിയില്ല. ഇന്ന് മറ്റുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ലാത്ത 7 വാക്യങ്ങൾ നോക്കിയോ അതുകൊണ്ട് എങ്ങനെ വിധത്താവും? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് ഇന്നും ശരിയായിരിക്കുമ്പോ 1 മുതൽ 10 വരെ ഈ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചു പോയിട്ട് ഒരു 10 കഴിയുമ്പോ പിന്നെ 10 പണിയെടുക്കാൻ തുടങ്ങുമ്പോ അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് വരുമ്പോ ഒരീശ്വരാണ്. പിന്നെ പഠിപ്പിച്ച ഉസ്താദ് മുസ്ലിം, അല്ലെ പഠിപ്പിച്ച ഉസ്താദ് മുസ്ലിം കണ്ടെങ്കിൽ പറയുന്നത് കണ്ടെ നോക്കൂല. എത്ര ഖേദത്തോട് പറയാൻ കാലാണ്. ഖുർആൻ പഠിക്കുന്നത് പോലെ പഠിക്കണം. ഞാൻ 10 കൊല്ലം തഫ്സീർ പഠിച്ചു. ഇന്ന് നമുക്ക് ഖുർആൻ കറക്റ്റായിട്ട് ഒരു അർത്ഥം വെക്കാൻ നമുക്കറിയാം. സത്യം പറയാം, ഖുർആൻ കറക്റ്റായിട്ട് അർത്ഥം വെക്കാൻ 10 കൊല്ലം പഠിച്ചു. ആരായ കാജിലുലമ എത്ര കൊല്ലം പഠിച്ചു? കല്യാണം കഴിച്ചിനും അങ്ങനെ കഴിച്ചിനും പോലും ഉള്ളാബന്ധങ്ങൾ പിന്നെയും പഠിച്ചു 40 കൊല്ലം, അതിനേക്കാൾ കൂടുതൽ. എന്നിട്ട് ഈ ഖുർആൻ പഠിച്ച ആളുകൾക്ക് ദീനറിയില്ല. യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിൽ ഗൂഗിൾ നോക്കി ദീൻ പഠിച്ച ആളുകൾ അവരെക്കാൾ ഉഷാറാണ്. സൗണ്ട് ഉണ്ടായ പോരല്ലോ, ശബ്ദം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ഖുർആൻ കേൾക്കുമ്പോൾ ഭയങ്കര പണ്ട് പറഞ്ഞിട്ട്
ഖിയാമത്ത് നാളാകുമ്പോ കുറെ കാര്യങ്ങൾ വരും. അവർ ഖുർആൻ ഓതി കേട്ടാൽ നിങ്ങൾ അന്തം വിട്ടുപോകും. അത്ര സൂപ്പർ ഓതാ കേട്ടാൽ നിന്നു പോകും. ശരി, റസൂൽ അന്ന് പറഞ്ഞു ആ ഖുർആൻ അവരുടെ കഴുത്തിന്റെ നായാക്കിയിട്ടില്ല. ഖുർആൻ ഓതാൻ ഭയങ്കര യേശുദാസിന്റെ ഖുർആൻ ഓതി കേട്ടാൽ എന്ത് പാടും. ഒരു പാട്ട് പാടാൻ ഭയങ്കര 30 ദിവസം ഖുർആൻ ഓതി യേശുദാസ് എന്നിട്ട് ഓനാക്കി നമുക്ക് കുടിയാൻ പറ്റും. ഖുർആൻ ഓതിന്റെ കാര്യമല്ലോ, ഖുർആൻ ഉള്ളിൽ വേണം, നമ്മുടെ ജീവിതമാക്കണം. അതൊക്കെയും പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കണം. അപ്പൊ ഏതായാലും അതിന്റെ തുടക്കാണ് ഖുർആൻ ഓതാൻ പഠിക്കാം. അങ്ങനെ ധാരാളം ഇങ്ങനെ ഓതുമ്പോ പ്രത്യേകമായ ഖുർആനിന്റെ വെളിച്ചം നമ്മുടെ കൽവിൽ വരും. അതാണ് അവസാനം വരെ നമ്മെ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് തയ്യാറാക്കാം. നമ്മുടെ പുറക്കാരോട് പറയാം, മക്കളോട് പറയാം, അല്ലെ മക്കളോട് പറയാം. റമദാനിന്റെ ഒരു കത്തം തീർത്താലും അല്ലെങ്കിൽ ഒരു ഇത്തരം തീർത്താലും ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ അവർ ഓതുന്നു. അവസാനം തോപ്പിക്കാറില്ല. അങ്ങനെ കത്തം തീർത്തിട്ട് റമദാൻ ലാസ്റ്റ് ആകുമ്പോ ഗിഫ്റ്റ് ആയിട്ട് ചോദിക്കുമ്പോ ഞാനത് വെറുതെ പറഞ്ഞത് എന്നെ ഓടിക്കാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ കൊടുക്കണം. സന്തോഷം അങ്ങനെയൊക്കെ ബാക്കി ഗിഫ്റ്റ് മതിയും. SSLC മാർക്കെടുത്ത ബൈക്കുണ്ട്, പ്ലസ് 2 മാർക്കെടുത്ത നിങ്ങൾക്ക് മൊബൈലുണ്ട്, ഐഫോൺ അതുപോലെ നമ്പർ തന്നെ നമുക്കറിയാം. ഐഫോൺ നമ്പർ ഇതെല്ലാം ഓഫറാക്കിയാണ്. എന്തിന് ഈ കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോകണം. ബൈക്ക് കൊടുത്തിട്ട് മോൻ പോയി ആക്സിഡന്റ് ആക്കി മരിച്ചു. എത്ര ഉപ്പമാരും ഇന്ന് കാര്യങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. ഭയങ്കര ബൈക്ക് ഇന്നോ വീടിന്റെ മുറ്റത്ത് ബൈക്കുണ്ട്, ആളില്ല, ഓടാനാണ് മൊബൈൽ കൊടുത്ത് എന്തായി അവസാനം മോഹനേക്കാം കൊണ്ടുപോയി തള്ളിപ്പോയി. ആരാണ് സാധിച്ചത്? ഒപ്പ. അതല്ല ഗിഫ്റ്റ്. നല്ല നീതിപരമായി അവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റുകൾ, ഹദിയകൾ അവർക്ക് വാഗ്ദാനം ചെയ്യാം. അത് കൊടുക്കാം. ആ രൂപത്തിൽ നമ്മുടെ മക്കള് ഖുർആനിന്റെ മക്കളായി, അത് നമ്മുടെ മക്കളായി നമുക്ക് വളർത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. അല്ലാഹു ആ രൂപത്തിലുള്ള മക്കളായി നമ്മുടെ മക്കളെയും നമ്മയും അല്ലാഹു തരട്ടെ. ധാരാളമായി സിറാത്ത് പാലത്തിന്റെ ഏറ്റവും വലിയ അവിടുത്തെ സീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഇരുട്ടാണ് പാലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലൈറ്റ് എന്താണ്? ഖുർആനാണ്. ആ ഖുർആൻ നമുക്ക് അവിടെ വെളിച്ചമായി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഭാഗ്യമാണ്. ധാരാളം ഖുർആൻ ഓതി നാളെ സിറാത്ത് പാലത്തിലേക്ക് അതുപോലെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിലേക്ക് ആ ഖുർആൻ മുഖേന വെളിച്ചമുണ്ടാക്കി വെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പല റമദാനുകൾ, പല ഖുർആനുകൾ ഞങ്ങൾ ഓതി കേട്ടിട്ടുണ്ട്. കുറച്ചവരെ അത് മുഴുവനും നിന്റെ പതിവ് കൊണ്ട് ഞങ്ങളിൽ പതിവിലാക്കണേ അല്ലാഹ്. തങ്ങളെ പോലെ ആകാൻ, അല്ലെങ്കിൽ ഇമാം ഷാഫി തങ്ങളെ പോലെ ആകാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. കുറച്ചവൻ അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ അത്ഭുതമാണ്. ഞാൻ കഴിഞ്ഞു, അവർക്ക് അങ്ങനെ എങ്ങനെ അത് കഴിഞ്ഞു എന്ന് ഭയങ്കര അത്ഭുതം. കുറച്ചവരെ അത് മാത്രമല്ലല്ലോ, ഇടയ്ക്കെല്ലാം വിവാദത്തുകൾ, ആരാധനകൾ, സുജൂദുകൾ, നിസ്കാരങ്ങൾ, ഖുർആൻ കിതാബ് എഴുതി അത് പഠിപ്പിച്ചു കൊടുത്ത് അതിന്റെ ഇടയിൽ അവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറാമത്തല്ലാതെ ഞങ്ങളെ കൊണ്ട് പറ്റൂല. കുറച്ചവരെ ആ മഹാന്മാരുടെ വർദ്ധത്തുകൊണ്ട് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. നമ്മുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. നമ്മുടെ മരണവും തുടർന്നുള്ള ജീവിതവും എല്ലാം നിറാഹത്തിലാക്കി തരണേ അല്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി